കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കാം. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമനൂഥ പ്രദേശത്തേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട ആദ്യ വായന നമ്മുടെ തന്നെ ആത്മശോധനയ്ക്ക് വേണ്ടി നിരന്തരം പ്രയോജനപ്പെടുത്താവുന്ന ചില വിഷയങ്ങളാണ്. ഇതാരംഭിക്കുന്നത് തന്നെ കർത്താവ് മനുഷ്യരോട് ചോദിക്കുന്ന ആദ്യ ചോദ്യത്തോടു കൂടിയാണ്. ആദം, നീ എവിടെയാണ്? ശരിക്കും നമ്മൾ ധ്യാനങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ, നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് നിരന്തരം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പേര് പറഞ്ഞിട്ട് നീ എവിടെയാണ്? ഇവിടെ കർത്താവ് ആദ്യമാതാപിതാക്കളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരെവിടെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലകളിൽ സായാഹ്നങ്ങളിൽ കർത്താവിൻ്റെ കൂടെ നടന്നവർ ഒരു സായാഹ്നത്തിൽ കർത്താവിൻ്റെ കൂടെയില്ല, ഒളിച്ചിരിക്കുക. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, അല്ലെങ്കിൽ ആദത്തെ വിളിച്ചു ചോദിച്ചു, ആദം, നീ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ദൈവത്തോടുണ്ടായിരുന്ന ബന്ധം, ആ സ്നേഹം, ആ ഐക്യം ഇപ്പോഴില്ല. അതിനാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. മറ്റു വാക്യം പറഞ്ഞാൽ ആദ്യമാതാപിതാക്കൾ അവർ ചെയ്ത ആദ്യ പാപത്തിൻ്റെ പരിണത ഫലമാണ്, മറ്റൊരു വാക്യം പറഞ്ഞാൽ അവർ ദൈവസ്നേഹത്തിൽ നകന്നത്. അപ്പോൾ ആ ദൈവസ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, ആ സാന്നിധ്യത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, ദൈവത്തിനോടുള്ള ഐക്യത്തിൽ നിന്നുള്ള ഒരാത്മാവിൻ്റെ അകൽച്ചയാണ് പാപം എന്ന് പറയുന്നത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേൾക്കുന്നത് പാപവും പാപത്തിൻ്റെ പരിണത ഫലമാണ് എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് ആദ്യ വായനയിൽ പറഞ്ഞിരിക്കുന്നത്. പാപം മൂലം അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ ദൈവസ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നിന്നും അകലുമ്പോൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ശിക്ഷാവിധിയില്ല. യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരാത്മാവിന് ശിക്ഷാവിധിയില്ല. ആദ്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നവർ ഐക്യം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ വന്ന ശിക്ഷയെക്കുറിച്ചും പാപത്തിൻ്റെ പരിണത ഫലത്തെക്കുറിച്ചും പാപം വരുത്തി വെച്ച ശാപത്തെക്കുറിച്ചൊക്കെയാണ് ആദ്യ വായനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദത്തോട് കർത്താവ് ചോദിക്കും, ആദം, നീ എവിടെയാണ്? ഇത് എല്ലാ പ്രഭാതത്തിലും ചോദിക്കേണ്ടതും എല്ലാ സായാഹ്നത്തിൽ കടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ
ചില മേഖലകളിൽ തിരുത്തലുകൾ, പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ആത്മശോധനയ്ക്ക് നമ്മെ തന്നെ വിധേയമാക്കാൻ നമുക്ക് എടുത്തുപയോഗിക്കാവുന്നൊരു ചോദ്യമാണ് നമ്മുടെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ബന്ധത്തിൽ എവിടെയാണെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞ മറുപടി ഇതാണ്: ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഒളിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ഭയന്ന് ഒളിച്ചതാണ്. ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ഈ വാക്യം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇന്നലകളിൽ അവർക്ക് ഭയമില്ലായിരുന്നു, ഇന്നലകളിൽ അവർ നഗ്നത അനുഭവിച്ചില്ല, നഗ്നനായിരുന്നിട്ടും നഗ്നത അവർക്ക് അനുഭവിച്ചില്ല, അവരൊളിച്ചിരുന്നില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന സാന്നിധ്യമായിട്ട് മാറി. പാപത്തിൻ്റെ ഒരു പരിണത ഫലമാണ് പാപം നമ്മുടെ വൈകാരിക മനുഷ്യനെ മുറിപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ ഒത്തിരി പേര് കുറ്റബോധത്തിൽ കഴിയുന്നവരുണ്ട്, ഒത്തിരി പേര് പാപം വരുത്തിവെച്ച നിരാശയിൽ കഴിയുന്നവരുണ്ട്, ഒത്തിരി പേര് പാപത്തിൻ്റെ ഭയത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ ഒരു പരിണത ഫലമാണ് പാപം നമ്മുടെ വൈകാരിക മനുഷ്യനെ മുറിപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്തും. ഒരു ഭയക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സാന്നിധ്യം ഭയപ്പെടേണ്ട സാന്നിധ്യമല്ല, പക്ഷെ ഇവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന സാന്നിധ്യമായിട്ട് മാറിയത് ഒരു പാപം ചെയ്തുകൊണ്ടാണ്. അനുസരണക്കേട് മൂലം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചത് കൊണ്ടാണ് അവർക്ക് ദൈവ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന, അരോചകപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഒളിച്ചിരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആദം പറഞ്ഞ് ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. പാപത്തിൻ്റെ മറ്റൊരു പരിണത ഫലമാണ് പാപം ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിനുണ്ടായിരുന്ന അധികാരത്തെ പിശാചിന് കൊടുക്കുകയാണ്. അൻ എക്സ്ചേഞ്ച് ഓഫ് ഓഥറിറ്റി, അധികാര കൈമാറ്റം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു നഗ്നരാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നഗ്നത എന്ന് പറയുന്ന അടിമത്തമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കീഴിലുണ്ടായിരുന്ന ആദിമാതാപിതാക്കൾ ഇപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അവരുടെ ബോധപൂർവമായ തീരുമാനം കൊണ്ട് പിശാചിൻ്റെ സ്വരം കേട്ടപ്പോൾ ദൈവം പറിക്കരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൽ നിന്നും പറിച്ചു തിന്നത് മൂലം ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവർ അധികാരം കൈമാറി. ദൈവത്തിനുണ്ടായിരുന്ന അധികാരം ഇപ്പോൾ പിശാചിന് കൊടുത്തു. ഇപ്പോൾ പിശാചാണ് അവരുടെ അധികാരി. അതുകൊണ്ടാണ് അവർ നഗ്നരാണെന്ന് പറയുന്നത്. കാരണം എന്താ? പിശാചിൻ്റെ അധികാരത്തിൽ ഒരു ദൈവ പൈതൽ വരുമ്പോൾ അവൻ അടിമത്തത്തിലേക്ക് പോകും. കർത്താവിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പോലെ പിശാചിൻ്റെ ആധിപത്യത്തിലേക്ക് ഒരു ദൈവ പൈതൽ വരുമ്പോൾ അവൻ അടിമത്തത്തിലേക്ക് പോകും. ആ അടിമത്തമാണ് ഈ ഇവരനുഭവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപം മൂലം നമ്മൾ നഗ്നരാണെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി കർത്താവ് അവരെ ധരിപ്പിച്ചു. മറ്റൊരു വാക്യം പറഞ്ഞാൽ ഈശോയുടെ കാൽവരി യാഗത്തിൻ്റെ നീതീകരണത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ. അപ്പോൾ നമ്മൾ എത്ര കണ്ട് പാപികളാണെങ്കിലും, എത്ര കണ്ട് വീണുപോയവരാണെങ്കിലും, ഇടറിപ്പോയവരാണെങ്കിലും കർത്താവിൻ്റെ കാരുണ്യത്തിലെ സ്നേഹത്തിലെ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാത്ത കാര്യം നമ്മൾ ഒരിക്കലും പറയരുതെന്ന്. ദൈവം നമ്മളോട് പറയാത്തത് നാം നമ്മോടോ മറ്റുള്ളവരോടോ പറയാൻ പാടില്ല. ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന, ജീവിതത്തിൻ്റെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ തന്നെ മനസ്സ് നമ്മളോട് പറയുമോ, ഇനി രക്ഷയില്ല, ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഇനി പരാജയപ്പെടുകയുള്ളൂ, ഒന്നും മുന്നോട്ട് പോകില്ല, ഈ വിഷയങ്ങളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ നാം നമ്മളോട് പറയുന്ന, മറ്റുള്ളവരോട് പറയുന്ന ജീവിത അനുഭവങ്ങളിലും കർത്താവ് പറയുന്നതിന് നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം പറയാത്തത് നമ്മൾ ഒരിക്കലും പറയരുത്. ദൈവം നമ്മളോട് സംസാരിക്കാത്തത് നമ്മൾ ഒരിക്കലും പറയരുത്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആദ്യ പാപം ഒരു പഴത്തിൽ നിന്നാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമായി മാറിയത് കാൽവരിയിൽ നമുക്കായി അവൻ തൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ടാണ്. ഇവർക്ക് അപ്പം നൽകി ആശീർവദിച്ച് നൽകിക്കൊണ്ട് വചനം പറയുന്ന പോലെ അവരെ സംതൃപ്തരാക്കി ഈശോ മാറ്റി. ഇയാൾ ധാരയിൽ കർത്താവ് തൻ്റെ ശരീരവും രക്തവും ദിവ്യകാരുണ്യമായി ജീവൻ്റെ അപ്പമായി നമ്മളിലേക്ക് വരുമ്പോൾ
ഈ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും സംതൃപ്തി ലഭിക്കുന്നത് ഈശോയെ സ്വീകരിക്കുമ്പോഴാണ്, അവരോട് ഐക്യപ്പെടുമ്പോഴാണ്. ഈ വിശ്വാസത്തിലും ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിലും മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.